അങ്ങനെ അവസാനം ഒന്ന് നേരിട്ട് പോലും കാണാൻ പറ്റാതെ ഇവർ തമ്മിൽ പകന്നുപോയി. പക്ഷെ എന്നാലും ഹൊഞ്ചെ അവള് മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞ് ഇവൻ കുറെ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ അവസാനം വരെ അവളുടെ ഭാഗത്ത് നിന്ന് മെസ്സേജ് ഒന്നും വന്നു കാണത്തില്ല. അപ്പോഴാണ് ഒരു ദിവസം അവളുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ടും ഇവർ തമ്മിലുള്ള ആ ചെറിയ ചെറിയ സംഭവം കാരണം അവന് വിഷ് ചെയ്യാൻ പോലും തോന്നത്തില്ല. അങ്ങനെ ഒരു വർഷം പെട്ടെന്ന് കഴിഞ്ഞ് ബൻഹി തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴാണ് ഇവളുടെ അച്ഛനമ്മ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഇവളെ ചെന്ന് പിക്കപ്പ് ചെയ്യും. അങ്ങനെ അവരെല്ലാം ഇവളെ കുറെ മിസ് ചെയ്യുന്ന പറഞ്ഞ് കരഞ്ഞ് മൊത്തത്തിൽ സീനാക്കും. അപ്പോഴാണ് അവളും വന്നപ്പോ തന്നെ അച്ഛൻ ഇങ്ങനെ കരയിലെന്ന് പറഞ്ഞിട്ട് ഇവരോട് സന്തോഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഹൊഞ്ചയും അവന്റെ കൂട്ടുകാരൻ ഡേറ്റിന് പോയില്ലെന്ന് ചോദിക്കുമ്പോൾ അവനറിയാതെ പറഞ്ഞു അവള് ബൻഹിയുടെ കൂടെ ഫുഡ് കഴിക്കാൻ പോയെന്ന്. അതുകൊണ്ട് ഇപ്പോഴാണ് ഹൊഞ്ച ഈ കാര്യം അറിയാൻ വരുന്നത്. ഇതേസമയം അവളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പാർട്ടി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവരൊക്കെ ജീവനെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ അവൻ ഒരാഴ്ചക്ക് മുമ്പേ ഇവിടെ എത്തിയതേ ഉള്ളു. അങ്ങനെ അവരുടെ ടാക്ക് ഇടയ്ക്ക് ഹൊഞ്ചയെ കുറിച്ച് പോകുമ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സും ഇതുവരെ ഹൊഞ്ചയായിട്ട് സംസാരിച്ചില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അവന്റെ അടുത്ത് ഒരു സംസാരമില്ലെന്ന് ഇവരോട് പറയുമ്പം ഇവരാണ് കുറച്ച് വിഷമിച്ചിട്ട് എങ്കിൽ പിന്നെ കോളേജ് വെച്ച് അവനെ കാണുമ്പോൾ ഒരു ഓക്വേർഡ് ആയിട്ടുള്ള സിറ്റുവേഷന് മാറത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവള് പറയുന്നത് ഇവർ രണ്ടുപേരും വേറെ വേറെ ബാച്ച് ആയതുകൊണ്ട് കണ്ടുമുട്ടാൻ ചാൻസ് ഇല്ലെന്ന്. അതിനുശേഷം അടുത്ത ദിവസം ബൻഹിയും എന്തായാലും ഇവളിപ്പോ ജൂനിയർ ആയതുകൊണ്ട് ഹൊഞ്ചയെ കണ്ടുമുട്ടത്തില്ലെന്ന് പറഞ്ഞ് ആശ്വാസത്തിരിക്കുമ്പോഴാണ് അതേസമയം അവൻ സീനിയർ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ക്ലാസ്സിൽ ജോയിൻ ആകണം. അത് ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഒരു കോഴ്സ് വേണമെങ്കിലും എടുക്കാം. പക്ഷെ അവൻ ആകെ ഒരു സീറ്റ് ഉള്ളതുകൊണ്ട് ആ സബ്ജക്ട് സെലക്ട് ചെയ്യുമ്പോഴാണ് ഇതേ സെയിം സംഭവമായിരിക്കും ബൻഹിയും ചൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഹൊഞ്ച ക്ലാസ്സിലേക്ക് കയറുമ്പം അവന്റെ കൂട്ടുകാരൻ അകത്ത് ബൻഹി ഉണ്ടെന്ന് പേടിച്ചിട്ട് ഇവനെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ക്ലാസ് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഹൊഞ്ച എങ്ങനെയൊക്കെ പറഞ്ഞേക്കാൻ നോക്കുമ്പോഴാണ് അവൻ ആകെ ഈ ഒരു സീറ്റേ കിട്ടിയോളെന്ന് പറഞ്ഞ് മലയാക്കി വഴിന്ന് മാറി തരാൻ വേണ്ടി പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് അകത്ത് വെച്ച് ബൻഹിയെ കണ്ട ഉടനെ ഇവ മൊത്തത്തിൽ ഷോക്കായി നിൽക്കും. അങ്ങനെ ഇവർ തമ്മിൽ ഇപ്പൊ കണ്ടിട്ടും പരസ്പരം സംസാരിക്കത്തില്ല. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് ഹൊഞ്ചയും അവളോട് സംസാരിക്കാൻ വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവനെ പിന്നെ മനസ്സിലാതെ അവിടെ നിന്ന് പോകും. അതുകൊണ്ട് സംസാരിക്കാൻ വന്ന അവളും കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒരു വർഷമായതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഇവർ തമ്മിൽ കാണും. അതിനുശേഷം ബൻഹി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് ജീവനാണ് അവിടേക്ക് വന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ പോയാലോന്ന് പറഞ്ഞ് അവളെ വിളിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോഴാണ് ജീവൻ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് അവന്റെ അനിയത്തിയെ കാണാൻ വേണ്ടി അമേരിക്ക പോകുമെന്ന് പറയും. അതേസമയം ഇവിടെ വന്നിട്ട് ഇവള് ഹൊഞ്ചയായിട്ട് സംസാരിച്ച ഭക്ഷണങ്ങളൊക്കെ തീർത്താൻ ചോദിക്കുമ്പോൾ അവളാണ് വന്നപ്പോ തൊട്ട് അവനോട് സംസാരിക്കാൻ ചാൻസ് കിട്ടില്ലെന്ന് പറയും. ചിലപ്പോൾ അവൻ ഇവളെ മറന്നിട്ട് ഇപ്പൊ ജീവിക്കായിരിക്കും എന്ന് പറഞ്ഞ് അവളോട് സങ്കടത്തിരിക്കും. അതിനേശം അവിടേക്ക് വരുന്ന ഇവളുടെ ഫ്രണ്ട്സ് ആണ് ജീവനെ കണ്ട് സന്തോഷത്തി ഇവനൊരു വെൽക്കം പാർട്ടി വെക്കണം എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പുറത്ത് കറങ്ങാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അവള് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് കറക്റ്റ് അതേസമയം അവിടെ ഹൊഞ്ചയെ കണ്ടുമുട്ടും. അങ്ങനെ ഇവർ തമ്മിൽ എന്തോ സംസാരിക്കണം എന്നറിയാതെ അവന് ഡ്രിങ്ക്സ് എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് പതിയെ ഇവളോട് സംസാരിക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവളും ഇത് ഫ്രണ്ട്സിന് വേണ്ടി വാങ്ങിക്കാൻ വന്നതെന്ന് പറഞ്ഞ് ഇവനെല്ലാം വേണം ചോദിക്കുമ്പോൾ അവനിപ്പോ കുടിച്ചോളെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇതേപോലെ ഓരോ സമയത്തും ഇവർ തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടുമ്പോഴാണ് ഇവർ തമ്മിൽ സംസാരിക്കാൻ ചെറിയ ടെൻഷനോടെ മൈൻഡ് ചെയ്തൊക്കെ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അത് ഈ ബൻഹിക്ക് കുറച്ച് വിഷമമുണ്ട്. കാരണം അവള് വിചാരിച്ചിരുന്ന ഇവളിവിടെ വന്നപ്പോ അവൻ സംഭവങ്ങളൊക്കെ മറന്നിട്ട് ഇവളുടെ കൂടെ ഒന്നു ചേരുമെന്ന്. പക്ഷെ അതിപ്പോ നടന്നില്ല. അതിനുശേഷം അടുത്ത ദിവസം ബൻഹി അവിടുത്തെ ഒരു ബാനറൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾക്ക് സഹായം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അടുത്തേക്കൊന്ന് ഹൊഞ്ച സഹായിക്കും. അപ്പോഴാണ് ഇവൾക്ക് ഇവർ തമ്മിൽ മുമ്പ് കണ്ട സംഭവങ്ങൾക്ക് ഓർമ്മ വരുന്ന ഇവൻ ആദ്യം ഇവളെ പ്രപ്പോസ് ചെയ്തത് ഇതേപോലെ ഒരു ബാനർ തറയെ വീണപ്പോഴാണ്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് അവളിരിക്കുമ്പോഴാണ് ഇവനാണ് ഒരു ശിവന സ്പെഷ്യൽ ക്ലാസ് വരുന്നുണ്ട് ഇവൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട് അവ മാറിപ്പോയിക്കോളാന്ന് പറയും. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് വിഷമരുത്തേ ഉള്ളു. അതിനുശേഷം അന്ന് രാത്രി വേറൊരു ജൂനിയർ പെങ്കൊച്ചാണ് ഇവർക്കൊരു ഇന്റർവ്യൂ എടുക്കണം എന്നറിഞ്ഞ് ഹൊഞ്ചയെ ചെന്ന് വിളിക്കും. അങ്ങനെ ആകെ രണ്ടുപേരെ വിളിക്കുന്നുള്ളു. ഒന്ന് ഇവനും പിന്നെ ആർട്സ് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന വേറൊരുത്തനും. അങ്ങനെ വേറൊരുത്തനെ കാണിക്കുമ്പോഴാണ് അത് ബൻഹിയുടെ അടുത്ത് താമസിച്ചിരുന്ന അവളുടെ ഫസ്റ്റ് ലവ്. അങ്ങനെ അവളിപ്പോ അവനെ പുറത്ത് വെച്ച് കാണുമ്പോൾ നമ്മൾ കണ്ടിട്ട് 6 വർഷമായില്ലെന്ന് അറിഞ്ഞ് അവള് ഭയങ്കര സന്തോഷത്തിരിക്കും. പക്ഷെ അതേസമയം അവൻ ഇതിനുമ്പ് ഇവളെ കോളേജ് വെച്ച് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ ഇവൻ ഇപ്പോഴും ഇവളോട് ഒരു ഇഷ്ടമുണ്ട്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം കോളേജ് വെച്ച് ജീവനും ഹൊഞ്ചയും കൂടെ കണ്ടുമുട്ടുമ്പോഴാണ് ജീവനും ഇവനോട് കുറച്ച് സംസാരിക്കണം എന്നറിഞ്ഞ് അവനെ പുറത്തേക്ക് വിളിക്കും. അങ്ങനെ അവനും അമേരിക്ക വെച്ച് ഹൊഞ്ചയെ കുറിച്ച് കുറെ ആലോചിച്ചൂട്ടിന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഇവരുടെ ബന്ധത്തിന് ഒരു പ്രശ്നമായിട്ട് വരുന്നത് അവന് ഇഷ്ടപ്പെട്ടില്ലെന്നറിയും. എന്തായാലും ഇപ്പൊ ഇവന് ബൻഹിയോട് ഒരു ഫീലിങ്സ് ഇല്ലെന്ന് അറിഞ്ഞിട്ട് ഹൊഞ്ച അവളുടെ കൂടെ സംസാരിച്ച് സെറ്റ് ആകുന്നില്ലെന്ന് ചോദിക്കും. കാരണം ആദ്യം തൊട്ടേ ബൻഹിക്ക് ഇവനോട് മാത്രമേ സ്നേഹമുള്ളെന്ന് ഇപ്പൊ ജീവൻ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ അതിനുശേഷം ഹൊഞ്ചയാണ് ബൻഹി വേറൊരുത്തിന്റെ കൂടെ പോകുന്നുണ്ട് ഇവന് മനസ്സിലാവും അതെന്ന് അവളുടെ ആൽബത്തിനകത്ത് കണ്ട ഫസ്റ്റ് ലവ് ആണെന്ന്. അതുകൊണ്ട് അവൻ ഇവിടെ ജലസായിരിക്കുമ്പം ഇവിടെ ഇവനും അന്ന് ക്രിസ്മസ് ട്രീയിൽ ഇവളുടെ കൂടെ ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് ആ ലെറ്റർ എഴുതി വെച്ച് ഇവനാന്നറിയും. അപ്പോഴാണ് അവൾക്കും മനസ്സിലാവുന്ന സത്യത്തിൽ ജീവനല്ല അന്ന് ആ ലെറ്റർ എഴുതിയെന്ന്. എന്നിട്ട് അവനും കണ്ടിട്ട് ഇപ്പൊ കുറെ ആയതുകൊണ്ട് രണ്ടുപേർക്ക് ഈ ആഴ്ച പുറത്തേക്ക് പോകാന്ന് പറഞ്ഞ് അവൻ ഇന്റർവ്യൂ പോകുന്ന സ്ഥലത്ത് ഇവളെയും കൂടെ വിളിക്കും. അങ്ങനെ ഇവരൊക്കെ ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ഹൊഞ്ച അവിടേക്ക് ഇവന്റെ കൂടെ തന്നെ ഇന്റർവ്യൂവിന് വരും. അതുകൊണ്ട് ഇവർ തമ്മിൽ കണ്ടിട്ട് മൊത്തം ഷോക്കായിരിക്കും. അതിനുശേഷം അവളുടെ ഫ്രണ്ട് ആറ്റിറ്റ്യൂഡ് വിടാതിരിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ ആരാ മാസം നിറഞ്ഞ് അവിടുന്ന് കുറെ ഫോട്ടോസിന് പോസൊക്കെ കൊടുത്തോണ്ടിരിക്കും. എന്നിട്ട് ഇവർ ഇന്റർവ്യൂ എടുക്കുമ്പോഴാണ് ഇവർക്ക് ആരെയൊക്കെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ ഹൊൻജയാണ് അവന്റെ വർക്ക് വിഷയമായിട്ട് ബിസി ആയതുകൊണ്ട് അവനിപ്പോ റിലേഷൻഷിപ്പിലല്ലെന്നറിയും. അതേസമയം മറ്റവനോട് ചോദിക്കുമ്പോഴാണ് അവനാണ് ഇതുവരെ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു, പക്ഷെ അവന്റെ ഫസ്റ്റ് ലവനെ കണ്ടപ്പോ അവന്റെ മനസ്സ് മാറിയെന്ന് ബൻഹിയെ നോക്കി പറയും. അതേസമയം അത് കേൾക്കുന്ന ഹൊൻജയാണ് കുറച്ച് ദേഷ്യത്തിരിക്കും. എന്നിട്ട് ഇവന്മാർ രണ്ടുപേർക്കും കൂടെ ഹെയർ ബലൂണിൽ റൈഡ് ചെയ്യുന്ന ടിക്കറ്റ് എടുക്കുമ്പോഴാണ് അവളുടെ തൊട്ടടുത്ത് താമസിച്ചവൻ ആദ്യം തന്നെ അവളെ കൂട്ടിന് വിളിക്കും. അങ്ങനെ ഇവരൊരുമിച്ച് കറങ്ങാമോ എന്ന് മനസ്സിലാക്കി ഹൊൻജയും അവന്റെ കൂട്ടാനെ വിളിക്കാൻ നോക്കുമ്പോഴാണ് അവനും ഗേൾഫ്രണ്ടായിട്ട് ബിസിയാന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവസാനം ജീവനെ വിളിക്കുമ്പം അടുത്ത ദിവസം ഇവർ ഒരുമിച്ച് പോകുമ്പം ജീവനാണ് ചുമ്മാ തമാശക്ക് വിളിച്ചാന്ന് വിചാരിച്ച സത്യത്തിൽ നിനക്ക് എന്റെ ഡേറ്റിന് വേണമെന്ന് പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടേ വരും. അതിനെ ശിവമായി സംസാരിച്ചോണ്ട് അവിടെ ചെല്ലുമ്പോഴാണ് ബൻഹിയെ കണ്ട ഉടനെ ജീവനെ പിടികിട്ടി ചുമ്മാതല്ല ഇവനെ കൂട്ടിന് വിളിച്ചെന്ന്. അങ്ങനെ അവന്റെ കൂടെ നിൽക്കുന്നിട്ട് ഹൊഞ്ച ഒന്നും ചെയ്യുന്നില്ലെന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് ഹൊഞ്ച അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ റൈഡിന് പോകാതെ അവന്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ ഇത് കേട്ട് മറ്റവനാണ് ഹൊഞ്ചയെ പിടിച്ച് മാറ്റിയിടാൻ നോക്കുമ്പോഴാണ് ബൻഹി അവസാനം മുമ്പത്തെ പോലെ തന്നെ ഹൊഞ്ചയുടെ കൂടെ തന്നെ ചെല്ലും. അങ്ങനെ ഹൊഞ്ചയും ഇതുവരെ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ചാൻസ് കിട്ടില്ലെന്ന് പറഞ്ഞ് അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വരും. അങ്ങനെ ഇവള് വിദേശത്ത് പോയതിനു ശേഷം അവനും കുറെ വർക്ക് വന്നുകൊണ്ട് ഇവളുടെ കൂടെ സംസാരിക്കാനൊന്നും അവന് സമയം കിട്ടില്ലെന്ന് പറയും. അതുകൊണ്ട് ഒരു പക്ഷേ ഇനിയിപ്പോ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിൽ പോയാലും ഇവൻ ഈ തെറ്റ് ഒരിക്കലും ചെയ്യത്തില്ലെന്നറിഞ്ഞ് അവളുടെ തീരുമാനത്തിന് സമ്മതിച്ച് അവൾ എയർപോർട്ടിൽ നിന്ന് ബായ് കാണിച്ചെന്ന് ഇവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇതേക്കുന്ന ബൻഹിയാണ് പേടിച്ചതും ഒരേശുവിന്റെ മുമ്പത്തെ എക്സ് ഗേൾഫ്രണ്ടിനെ പോലെ ഇവളെ മൊത്തത്തെ അവോയ്ഡ് ചെയ്യാൻ നോക്കുവാണെന്ന്. അതുകൊണ്ട് ജസ്റ്റ് ഫ്രണ്ട്സ് എന്തെങ്കിലും പറഞ്ഞാലും ഇവർ തമ്മിൽ കണ്ടുമുട്ടെന്ന് അറിഞ്ഞ് അവള് ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആകാന്ന് പെട്ടെന്ന് ഇവനോട് പറയുമ്പം ഇത് കേട്ട് ഹൊഞ്ചയാണ് ഷോക്കായി പോകും. കാരണം അവൻ വീണ്ടും ഒന്നു ചേരാൻ വേണ്ടി പറയാൻ വന്നേ, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പേ തന്നെ മറ്റേ വന്ന് ബൻഹിയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവള് വിഷമിച്ചിട്ട് ഹൊഞ്ച പറയാൻ വന്നത് മനസ്സിലാക്കാതെ ഇവർ തമ്മിലുള്ള ബന്ധം ഇപ്പൊ അവസാനിച്ചെന്ന് പറഞ്ഞ് അവളിങ്ങനെ വിഷമിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനാണ് എങ്കിൽ പിന്നെ ആ ബന്ധം അവസാനിച്ചെങ്കിൽ ഇവനൊരു ചാൻസ് കൊടുത്തിടെന്ന് പറഞ്ഞ് അവൻ ആ ഇന്റർവ്യൂ വെച്ച് പറഞ്ഞ കാര്യം ഇവളോട് റിപ്പീറ്റ് ചെയ്യും. അതായത് അവന്റെ ഫസ്റ്റ് ലവ് എന്ന് ഉദ്ദേശിച്ച ഇവളാണെന്ന്. അങ്ങനെ അത് കേട്ട് അവള് മൊത്തം ഷോക്കായി പോകും. അതേസമയം ഹൊഞ്ചയാണ് മൊത്തത്തിൽ വിഷമിച്ചു പോയി ജീവനെ വിളിച്ചുകൊണ്ട് ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ആദ്യമായിട്ട് ജീവൻ ഇവന് വേണ്ടി ഡ്രിങ്ക് ചെയ്യുന്നത്. അങ്ങനെ അവന്റെ സങ്കടങ്ങളൊക്കെ ഇവനെ കേട്ട് സഹിച്ചോണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ദിവസം രാവിലെ ഇവർ എഴുന്നേറ്റ് വെക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ഹഗ് ചെയ്ത് കടന്നുകൊണ്ടിരിക്കും. അതോടെ അവന്മാർ ഉറക്കത്തിന് ചാടി എഴുന്നേറ്റ് നീ എന്തോടെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങ് പേടിച്ചു പോകും. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന ഇവന്മാരെ വീട്ടിൽ കൊണ്ടാക്കിയത് ഹൊഞ്ചയുടെ കൂട്ടുകാരനാ. പക്ഷെ അവൻ വന്ന് നോക്കുമ്പോ ഇവിടെ ഇവന്മാരുണ്ട് റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഹൊഞ്ചയും ആ സ്റ്റാച്ചുന്റെ അടുത്ത് ജീവനെ കണ്ടപ്പോ രണ്ടു കാണാൻ ഭംഗിയായിരുന്നെന്ന് അവന് പൊക്കി പറയുമ്പം ഇതേക്കുന്ന ജീവനും നീ കുറച്ച് ദേഷ്യക്കാരനാണെങ്കിലും നിന്നെ കാണാനും കൊള്ളാടാന്നറിഞ്ഞ് ഇവന്മാരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവന്റെ കൂട്ടാന് ചിരി വന്ന് അവസാനം ഹൊഞ്ചയുടെ വീട്ടിൽ ഇവന്മാര് കൊണ്ടാക്കും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ഇവന്മാർ രണ്ടുപേരാണ് നാണം കെട്ടിട്ട് ഓക്കെ നമ്മൾ തമ്മിലൊന്നും സംഭവിച്ചില്ല അതല്ലേ എന്നിട്ട് ഇവ രണ്ടുപേരും ഒന്നും സംഭവിക്കാത്ത പോലെ നൈസിന് അവിടെ നിന്ന് പോകും. അതിനുശേഷം ബൻഹിയാണ് അവളുടെ ഫസ്റ്റ് ലവനെ കണ്ടുമുട്ടിയ കാര്യമൊക്കെ ഇവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അവനിപ്പോ ഇവളെ പ്രപ്പോസ് ചെയ്ത കാര്യം കൂടെ പറയും. ഇത് കേട്ട് അവളുമാരും എങ്കിൽ പിന്നെ ഹൊഞ്ചയായിട്ട് ബ്രേക്കപ്പ് ആയതുകൊണ്ട് ഫസ്റ്റ് ലവന്റെ കൂടെ ചേരുന്നായിരിക്കും നിന്റെ വിധിന്ന് അവളുടെ ഒരു കൂട്ടുകാരിയാണ് അതിനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവള് എന്താണെന്ന് അറിയാതെ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കുമ്പം പെട്ടെന്ന് അവൻ തന്നെ ഫോൺ വിളിച്ച് ഇവളെ നേരിട്ടൊന്ന് കാണണം പറയും. അതിനേശ് ഇവിടെ ഹൊഞ്ച അവന്റെ കൂട്ടാനായിട്ട് കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവന്മാർ റീസെന്റ് ആയിട്ട് വർക്ക് ചെയ്ത് വെച്ച പെൻഡ്രൈവ് ആണെ കാണാതായി പോകും. അതുകൊണ്ട് ഹൊഞ്ചയാണ് പേടിച്ചിട്ട് മറന്നുപോയി ടാക്സി തന്നെ വെച്ചെന്ന് ഇവന്റെ കൂട്ടാനോട് ആ കാര്യം പറയുമ്പം അവന്മാർക്ക് എന്താണെന്ന് ഒരു പിടിയില്ല. ഇതേ സമയം ബൻഹിയുടെ ഫസ്റ്റ് ലവും അവളെ കാണാൻ വന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പം ഹൊഞ്ചയുടെ കൂട്ടാൻ അവിടെ കൂടി എന്ന് അവന്റെ ഗേൾഫ്രണ്ടിനോട് ഇവന്റെ പ്രോജക്റ്റ് മൊത്തത്തിൽ പ്രശ്നമെന്ന് പറഞ്ഞ് ആ പെൻഡ്രൈവ് കാണാതെ സംഭവമൊക്കെ പറയും. അപ്പോഴാണ് ബൻഹിയും ഹൊഞ്ച ഓർത്ത് അവളിങ്ങനെ വിഷമിക്കുന്നത്. അതേസമയം ഇത് മറ്റവനും മനസ്സിലാക്കും. അതിനെ ശിവർ ചുമ്മാ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴാണ് അവൻ ഇവളുടെ കൂടെ നല്ല ക്ലോസ് ആകാനൊക്കെ നോക്കും. പക്ഷെ അതേസമയം ഇവളുടെ ചിന്ത ഇപ്പൊ ഫുള്ളും ഹൊഞ്ചയുടെ പെൻഡ്രൈവ് കാണാതെ പോയതുകൊണ്ട് അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ അവനത് മനസ്സിലാക്കി ഇവൾക്ക് എന്തേലും ഇപ്പൊ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എനിക്കൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് അവൾ അപ്പൊ തന്നെ ഹൊഞ്ചയെ സഹായിക്കാൻ വേണ്ടി ചെല്ലും. അതിനുശേഷം അവളും ഇവളുടെ കൂടെ സ്ഥലം വരെ വാന്നറിഞ്ഞ് നേരെ ഇവൾക്കറിയുന്ന ടാക്സി സ്ഥലത്തേക്ക് വിളിച്ചോണ്ടുപോകും. അപ്പോഴാണ് അവിടത്തെ ആളാണ് ഇവനെ കൊണ്ടാക്കിയ വ്യക്തി അയാൾ ലീവ് എടുത്ത് വീട്ടിൽ പോയേക്കെന്നറിയും. അതുകൊണ്ട് ഇവനാണ് ടെൻഷനായിട്ട് ഇവരെ സ്ഥലമൊക്കെ ചോദിച്ചു മനസ്സിലാക്കുമ്പോഴാണ് അവസാനം അതങ്ങ് ദൂരെ ഇരിക്കുന്ന ഒരു ഗ്രാമമായിരിക്കും. അങ്ങനെ അവർക്ക് കറക്റ്റ് വീട് അവിടെ അറിയാത്തോണ്ട് അവിടെ ഒരു വീട്ടിൽ ചെന്ന് ചോദിക്കാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ ആന്റിയും വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിക്കാൻ വരുമ്പം ഇവൻ ബൻഹിയുടെ ദേഹത്ത് വീടായിരിക്കാൻ വേണ്ടി ആ ഫ്രണ്ടിൽ ചെന്നങ്ങ് നിൽക്കും. അതിനുശേഷം അവരാണ് സോറി പറഞ്ഞിട്ട് ഇവരെ വിളിച്ച് അകത്തേക്ക് കയറ്റുമ്പോഴാണ് ഇവ രണ്ടുപേരെ തണുപ്പ് മാറാൻ വേണ്ടി അവിടുത്തെ ഹീറ്റർ യൂസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇവന് കൂടുതൽ വേണമെന്നറിഞ്ഞ് അവളെ തൊടുമ്പം ഇവളുടെ കൈ ചെറുതായിട്ടങ്ങ് പൊള്ളും. അതുകൊണ്ട് അവൻ മൊത്തത്തിൽ പേടിച്ചു പോകുമ്പോഴാണ് ഇവനിങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്നുണ്ട് അവള് ശയ്യ ഒന്നും കുഴപ്പമില്ലെന്നറിയും. അതിനുശേഷം അവിടേക്ക് വരുന്ന ആന്റിയും ഇവന്
ഇവന്റെ ഡ്രസ്സ് അഴുക്കായതുകൊണ്ട് വേറെ ഡ്രസ്സ് തരാന്ന് പറഞ്ഞിട്ട് അവന്റെ ഗെറ്റപ്പ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യിപ്പിക്കും. അങ്ങനെ അത് കണ്ട് അവൾക്കാണ് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിനെ ശിവനും ആ ടാക്സി ഡ്രൈവറിനെ കുറിച്ചൊക്കെ ഈ ആന്റിയോട് തിരക്കുമ്പോഴാണ് അവരാണ് അയാൾ അമ്മയും വിളിച്ചോണ്ട് പുറത്തെ കണ്ട് ഒരു ട്രിപ്പിന് പോയി പറയും. ഇത് കിട്ട് അവൻ ഷോക്കായിട്ട് എങ്കിൽ പിന്നെ അത് എവിടാന്ന് ഇവർക്കൊല്ല അറിയാൻ ചോദിക്കുമ്പോൾ ആ ആന്റി എനിക്കെങ്ങനെ അറിയാൻ മോനെന്ന് പറഞ്ഞിട്ട് എന്തായാലും വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ബൻഹിക്ക് വിശക്കുന്നിട്ട് ഇവരും കഴിക്കാൻ ഫുഡ് എടുക്കട്ടെ ചോദിക്കുമ്പോൾ അടുത്തിരുന്ന് ഹൺജിയും രണ്ടുപേർക്ക് എടുത്തോന്ന് പറഞ്ഞ് അവനും കൂടെ ചോദിച്ചു വാങ്ങിക്കും. എന്നിട്ട് ഇവർ രണ്ട് ഫുഡ് കഴിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് അവനാണ് ഇപ്പോഴെങ്കിലും ഇവന്റെ മനസ്സുള്ള കാര്യം പറയാന്ന് പറഞ്ഞ് അവ ഇതിനുമ്പ് ഇവളോട് പറയാൻ ശ്രമിച്ചൊക്കെ അവളെ ഓർത്തിട്ട് അവൻ കുറെ മിസ് ചെയ്തെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവൾ ഇമോഷണലായി ഇവർ തമ്മിൽ ഇപ്പൊ ഒന്ന് ചേരാൻ വേണ്ടി വരുമ്പോഴാണ് പെട്ടെന്ന് ആന്റിയാണ് ഇവർ അന്വേഷിച്ച ടാക്സി ഡ്രൈവർ വന്നെന്നറിഞ്ഞ് ഇവരെ പുറത്തേക്ക് വിളിക്കും. അതിനേശം അങ്ങേരും ഇവന്റെ പെൺഡ്രൈവ് കൊടുത്തിട്ട് ഭാഗ്യത്തിന് 1 ഡേ ട്രിപ്പ് ആയിരുന്നെന്ന് പറഞ്ഞ് ഇവരൊക്കെ ചിരി സംസാരിച്ചോണ്ടിരിക്കും. അതിനേശം അങ്ങേരും തിരിച്ച് സിറ്റിയിൽ പോകുന്നുണ്ട്. ഇവരെ വേണേ വരാൻ പറയുമ്പോൾ അവര് സന്തോഷത്തി ഇയാളുടെ കൂടെ തന്നെ ഒരുമിച്ച് ചെല്ലും. അങ്ങനെ അതിനേശം ബൻഹിയും ഇവന് ബായ് പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരാറായെന്ന് അവന് സന്തോഷത്തിരിക്കും. അതിനേശം അടുത്ത ദിവസം ഇവളുടെ ഫസ്റ്റ് ലവ് വീണ്ടും കണ്ടുമുട്ടാൻ വേണ്ടി വിളിക്കുമ്പോൾ അവളാണ് ഇന്നലെ അങ്ങനെ പെട്ടെന്ന് പോയതിന് ഇവനോട് സോറി പറയും. അപ്പോഴാണ് അവനിത് മനസ്സിലാക്കിയിട്ട് അതൊന്നും കുഴപ്പമില്ല, നിനക്കൊരു എമർജൻസി ആയതുകൊണ്ടല്ലോ പോയ, സത്യം നിനക്കിപ്പോഴും നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ മറക്കാൻ സാധിച്ചിട്ടില്ല അല്ലേ എന്ന് ഇവൻ മനസ്സിലാക്കുമ്പോൾ അവള് സമ്മതിക്കും ഇവൾക്ക് ഹൺജിയ ഇപ്പോഴും ഇഷ്ടമെന്ന്. അങ്ങനെ പണ്ട് വിചാരിച്ച പോലെ ഇവനല്ല അവളുടെ ഫസ്റ്റ് ലവ്, ഹൺജിയ ഫസ്റ്റ് ലവ് എന്ന് ഇപ്പൊ ഇവനോട് തന്നെ പറയുമ്പോൾ ഇത് കേട്ട് അവനും പെട്ടെന്ന് ഷോക്കായിട്ട് ഓ ബൻഹി എന്നും പറഞ്ഞ് എന്റെ ഫസ്റ്റ് ലവിന്റെ സ്ഥാനം നീ ഇങ്ങനെ തട്ടിപ്പറിക്കല്ലേ, ആരെന്തു പറഞ്ഞാലും നിന്റെ ഫസ്റ്റ് ലവ് ഞാൻ എന്നിട്ട് അവരുടെ ചിരി സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം ഇവിടെ ഹൺജിയും പെൺഡ്രൈവൊക്കെ കിട്ടിയെന്നറിഞ്ഞ് അവന്റെ കൂട്ടാൻ്റെ കൂടെ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പം കൂട്ടാനാണെ മനസ്സിലാക്കും ഇന്ന് ഇവന്റെ ഫേസിൽ ഒരു വല്ലാത്ത ചിരി ഉണ്ടെന്ന്. അതുകൊണ്ട് അവൻ എന്തോ ചോദിച്ചു മനസ്സിലാക്കുമ്പോഴാണ് ഇതേസമയം ബൻഹിയും അവളുടെ ഫ്രണ്ട്സിനോട് അവൻ ഇന്നലെ ഇവളെ 1 വർഷം ഫുള്ള് മിസ് ചെയ്തെന്ന് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. അത് കേട്ട് ഒരു കൂട്ടുകാരിയും എങ്കിൽ പിന്നെ ഇവർ തമ്മിൽ വീണ്ടും സെറ്റായെന്ന് പറയുമ്പം മറ്റൊരുത്തിയും അതിന് ചാൻസ് ഇല്ല, എന്തായാലും ബ്രേക്കപ്പ് ആയ സ്ഥിതിക്ക് ഇങ്ങനെ പറഞ്ഞ അത് ക്ലിയർ ആകത്തില്ലെന്നറിഞ്ഞ് അവൻ ഡയറക്റ്റ് ആയിട്ട് വീണ്ടും ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മാത്രമേ ഇവർ തമ്മിൽ ഒന്നേരത്തിലെന്ന് പറയും. അതുകൊണ്ട് ചുമ്മാ കൺഫ്യൂസ് ആവില്ലെന്ന് ഇവർ രണ്ടുപേരും ഓരോ കാര്യം പറഞ്ഞ് അവളെ കൺഫ്യൂസ് ആക്കും. അതിനേശം അന്ന് രാത്രിയാണ് ഹൺജിയും ഇന്നലെ അവൻ പറഞ്ഞതിന്റെ ബാക്കി ഇന്ന് അവളോട് സംസാരിച്ച് ഇവർ തമ്മിൽ സെറ്റാകാൻ പറഞ്ഞിരിക്കുമ്പം ഇവിടെ അവളാണ് ലൈബ്രറി വെച്ച് അന്ന് ഹൺജിയും ഇവളുടെ ഫസ്റ്റ് ലവിനെ എടുത്ത മറ്റേ ഇന്റർവ്യൂയുടെ ബുക്ക് കാണും. അങ്ങനെ അവൾ ഇതെടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് അതിനകത്ത് ഇവന്റെ അടുത്ത് ഇന്റർവ്യൂ ചെയ്ത് കാണും ഇവന് ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടോന്ന്. പക്ഷെ അവൻ ആ സമയത്ത് ഇല്ലെന്നാ പറഞ്ഞ. പിന്നീട് അവൻ ആ ഉത്തരം മാറ്റി വിദേശത്ത് പഠിക്കുമ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി അവൻ 1 വർഷം വെയിറ്റ് ചെയ്തിരിക്കുവാന്ന് ഇപ്പൊ അതിന്റെ ഉത്തരം മാറ്റി ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ട് ബൻഹിക്ക് ഇത് കാണുമ്പോൾ അവൾക്ക് ഉറപ്പായി അവൻ ഇപ്പോഴും ഇവളോട് ഇഷ്ടമുണ്ടെന്ന്. അതുകൊണ്ട് അവനെ പെട്ടെന്ന് വിളിക്കാൻ നോക്കുമ്പോഴാണ് അതേ സെക്കൻഡിൽ തന്നെ അവൻ ഇവളെ ഫോൺ വിളിക്കും. അങ്ങനെ അവനും ലൈബ്രറി പുറത്തേക്ക് വന്നറിഞ്ഞ് ഇവളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വരുമ്പം പെട്ടെന്ന് അവള് എങ്കിൽ പിന്നെ ഇപ്പൊ വരാന്നറിഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം ഇവർ തമ്മിൽ കണ്ടുമുട്ടി സ്പീഡിങ്ങിന് അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴാണ് അവൾ ഇവനെ കണ്ടപ്പത്തിന് ഹഗ് ചെയ്തിട്ട് ഇവള് വിദേശത്ത് പോയ സമയത്തെല്ലാം ഓരോ ദിവസം ഇവനെ കാണാൻ വേണ്ടി എണ്ണിക്കൊണ്ടിരുന്നാന്ന് അറിയും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അവനോട് സംസാരിക്കാത്ത ഒരു ശിവ എല്ലാം മറന്ന് സന്തോഷിച്ച് ജീവിക്കുന്നുണ്ട്. ഇവനെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവള് മൈൻഡ് ചെയ്യാതിരുന്നെന്ന് പറയുമ്പം അവളുടെ സ്നേഹം ഇതുവരെ കുറഞ്ഞിട്ടില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും നിന്നെക്കാൾ എനിക്ക് സ്നേഹമുള്ളതെന്ന് പറഞ്ഞ് അവരുടെ ഇപ്പൊ പ്രൊപ്പോസ് ചെയ്ത് വീണ്ടും ഒന്ന് തരും. അങ്ങനെ ആ ഒരു സന്തോഷത്തോടെ ഇവരൊരുമിച്ച് ഇപ്പൊ ബൻഹിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവനാണ് പോകുന്ന മുമ്പേ ഇവൾക്ക് സ്വീറ്റ് ആയിട്ട് ഒരു കിസ്സ കൊടുക്കും. അപ്പോഴാണ് അവിടേക്ക് ഒന്ന് നോക്കുന്ന ഇവളുടെ അച്ഛനാണ് എന്തോടെ നടക്കുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും പൊക്കെ എടുത്തുകൊണ്ട് വീട്ടിനകത്ത് കയറും. അതിനുശേഷം അവളുടെ അച്ഛനും ഭയങ്കര ദേഷ്യത്തിരിക്കുമ്പം ഇവനാണ് പേടിച്ചിട്ട് മൊത്തത്തിൽ സീനായെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ അച്ഛനും ചുമ്മാ ഞാൻ നിന്നെ പേടിപ്പിച്ച് നോക്കിയതാന്ന് പറഞ്ഞ് ഇവനിപ്പൊ കുറെ മിസ് ചെയ്യുന്ന പറഞ്ഞ് എല്ലാവരും സന്തോഷത്തിരിക്കും. കാരണം അവളുടെ അച്ഛൻ ഇപ്പൊ ഇവനെ കണ്ടിട്ട് അതേ 1 വർഷമായി. അതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് സംസാരിക്കുമ്പം ബൻഹിയുടെ അമ്മയാണ് ഇവനല്ലേ പാരന്റ്സ് ഡേക്ക് എന്ന് ഇവർക്ക് ഫ്ലവേഴ്സ് വാങ്ങിച്ചെന്ന് ചോദിക്കും. കാരണം ബൻഹി ഇവിടെ ഇല്ലാത്തപ്പോ അവനായിരിക്കും ഇവളുടെ അച്ഛനമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് തന്നത്. അങ്ങനെ അതിനൊക്കെ ഒരു താങ്ക്സ് അറിഞ്ഞ് ഇവരിപ്പോ സന്തോഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവന് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവന്റെ അമ്മ ഇവന് കഴിക്കാൻ വേണ്ടി കുറെ ഫുഡൊക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കും. അങ്ങനെ അത് കണ്ടിട്ട് അവന്റെ അമ്മയ്ക്ക് നാളെ ഇവർ തമ്മിൽ കാണാന്ന് പറഞ്ഞ് മെസ്സേജ് ഇടും. അങ്ങനെ അടുത്ത ദിവസം ഇവര് കണ്ടുകിട്ടുമ്പോഴാണ് ഹൺജിയാണ് ഇവർക്ക് വേണ്ടി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവൻ ഭയങ്കര ലവ്ലി ആയിട്ടൊക്കെ സംസാരിക്കും. അതോടെ അവന്റെ അമ്മയ്ക്കാണ് വിശ്വസിക്കാൻ പറ്റാതെ ഇവന് പെട്ടെന്ന് എന്തോ പറ്റിയെന്ന് അറിഞ്ഞ് ബൻഹിയായിട്ട് വീണ്ടും ഒന്നേർന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇപ്പൊ ചേർന്നുള്ളെന്ന് അറിഞ്ഞിട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവന്റെ അമ്മയ്ക്കാണ് ബോയ് ഫ്രണ്ട് അടുത്തുനിന്ന് കോൾ വരും. അങ്ങനെ അവരത് മൈൻഡ് ചെയ്യാതിരിക്കുമ്പം ഇത് മനസ്സിലാക്കി അവനൊന്നും വിചാരിക്കത്തില്ലെന്ന് അറിഞ്ഞ് ഫോൺ എടുത്ത് സംസാരിച്ചോളം പറയും. അപ്പോഴാണ് അമ്മ അതൊന്നും കുഴപ്പമില്ല പിന്നെ സംസാരിച്ചോളം അറിഞ്ഞ് ഇവനെ വിഷമിപ്പിക്കാൻ
ദേഷ്യക്കാതിരിക്കാൻ വേണ്ടി പറയുമ്പം അവനാണ് ഇവന്റെ അമ്മ ബോയ് ഫ്രണ്ട് സെറ്റാക്കുന്നതുകൊണ്ടല്ല ദേഷ്യമുള്ള, ഇവർ സന്തോഷിച്ച് ജീവിക്കുവാണ് അവനിത് ഹാപ്പിയാന്ന് പറയും. പക്ഷെ അവന് വിഷമമുള്ളത് ഇവരാകെ ബോയ് ഫ്രണ്ടിനെ മാത്രമേ സെറ്റാക്കുന്നുള്ളൊരു ചിന്ത ഉണ്ട്. അങ്ങനെ സ്വന്തം മകനോട് അത്രയും പ്രാധാന്യം കാണിക്കാതെ അമ്മ അങ്ങനെ ചെയ്തോണ്ട എനിക്ക് ഇഷ്ടപ്പെടാത്തെന്ന് അവൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവന്റെ അമ്മയാണ് വിഷമിച്ചിട്ട് എനിക്കെപ്പോഴും നീ അല്ലേടാ പ്രധാനം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കും. അതിനേശം അന്ന് രാത്രി ഇവിടെ ജീവന്റെ അനിയത്തിയും ഈ തവണ അവള് വിദേശത്ത് പോകുമ്പോൾ ഇവൻ കൂടെ വരണ്ടെന്ന് പറയും. കാരണം ഇവൾക്ക് വേണ്ടി അവൻ ഇവിടുത്തെ ഫ്രണ്ട്സിനെയും അവന്റെ സന്തോഷമെല്ലാം വിട്ടിട്ടാണ് ഇവളുടെ ഒപ്പം വരുന്നത്. അതുകൊണ്ട് അവൾ വരണ്ടെന്ന് പറയുമ്പം അവനാണ് ഇവളുടെ സന്തോഷം അവന് വലുതെന്ന് പറഞ്ഞ് അവൻ ഇതൊന്നും ഭാര്യയായിട്ട് വിചാരിക്കുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് അനിയത്തിയും വിഷമിച്ചിട്ട് എന്നെ നോക്കിക്കോളാൻ അച്ഛനമ്മയുണ്ട്, പിന്നെ അവിടെ ഞാൻ ഫ്രണ്ട്സിനെ ഒപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ച് സമയമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് പോകും. അതേസമയം ഹോൻജിയും അവന് വർക്കുള്ളതുകൊണ്ട് ഇവള് വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ബൻഹി അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ വർക്ക് ചെയ്തോളം പറയും. അതേസമയം ഇവളും ഇതിനുമ്പ് ഇവൾക്ക് മറ്റേ പാർട്ട് ടൈം ജോബിന് പോയ സ്ഥലത്ത് വിസിറ്റിംഗ് കാർഡ് തന്നുകൊണ്ട് ഇവൾ ആ ജോലി ചെയ്തു നോക്കാൻ വേണ്ടി തീരുമാനിക്കും. അതിനുശേഷം അടുത്ത ദിവസം അവള് ഹോൻജയുടെ ഡേറ്റിംഗ് നോമ്പിലാണ് ഇന്ന് എവിടൊക്കെ പോണെന്ന് അവളുടെ കുറെ ലിസ്റ്റ് ആണെന്ന് അറിയും. അങ്ങനെ ആദ്യമായിട്ട് രണ്ടുപേർക്ക് കപ്പിൾസിന്റെ മോതിരം വാങ്ങിക്കാന്ന് പറയുമ്പം അവനാണ് ഇത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് അതൊക്കെ പിന്നെ മതി എന്നറിയും. അതുകൊണ്ട് അവള് കുറച്ച് അപ്സെറ്റായി ഇവന്റെ കൂടെ ഡേറ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് അതേസമയം അവന്റെ അമ്മയും എന്തായാലും ഹൊഞ്ച വരുന്നവരെ വീടൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് അവന് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ഹീറോടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് പെട്ടെന്ന് ബൻഹിയുടെ അച്ഛനാണ് അവന്റെ വീട്ടിനകത്ത് കയറി വരുന്നത്. ഇതോടെ ഇവരാണ് പേടിച്ചിട്ട് അയ്യോ ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറിയേ ഓടിവായോ എന്നിങ്ങനെ അവന്റെ അമ്മയും ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവളുടെ അച്ഛൻ പേടിച്ചിട്ട് അയ്യോ മാഡം ഞാൻ കള്ളനല്ലേ, ഞാൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നയാ, സോറി ഏതിന് ഇവർ തമ്മിൽ പ്രശ്നമാകുമ്പോഴാണ് അവസാനം ഹൊഞ്ചയും ബൻഹിയും കൂടെ അവിടെ വന്ന ഉടനെ എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കും. അപ്പോഴാണ് കാര്യം പിടി കിട്ടുന്ന ഹൊഞ്ചയാണ് വീടിന്റെ പാസ്വേഡ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവളുടെ അച്ഛൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നത്. അങ്ങനെ അവളുടെ അച്ഛൻ അവരുണ്ടാക്കിയ സൈഡ് ഡിഷൊക്കെ ഇവനെ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നയാ. അതിനുശേഷം അവന്റെ അമ്മയും എങ്കിൽ പിന്നെ ഞാനാ തെറ്റിരിച്ചെന്ന് പറഞ്ഞ് അവരോടൊക്കെ സോറി പറയുമ്പം അവളുടെ പേരൻസ് ആണ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല, ഞങ്ങളെ വന്ന് പേടിപ്പിച്ചെന്ന് പറഞ്ഞ് ഇവർ പരസ്പരം ഇങ്ങനെ സോറി ചോദിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഹൊഞ്ചയുടെ അമ്മയും കൊച്ചിലെ തൊട്ടേ ഹൊഞ്ച നല്ല പയ്യനായിരുന്നു പറഞ്ഞ് ആ പ്രായത്തിൽ തന്നെ ഇവരവൻ പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതും പറഞ്ഞ് ഇമോഷണൽ ആകുമ്പോൾ അവളുടെ അച്ഛന് പെട്ടെന്ന് കരച്ചു തന്നിട്ട് എനിക്ക് എന്റെ മോളെ കുറിച്ച് ഓർമ്മ വന്നെന്ന് ഇവര് മൊത്തത്തിൽ ഇമോഷണൽ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവരെല്ലാരും കൂടെ ഇമോഷണലൊക്കെ മതിയെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ സമാനപ്പെടുത്തും. ഇതേ സമയം ഇവിടെ ബൻഹിയുടെ കൂട്ടുകാരിയും കുറെ പ്രാവശ്യം ഗ്രൂപ്പ് ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോയിട്ട് അവൾക്ക് ഇതൊരു ഒരു പയ്യന് സെറ്റ് ആയില്ലെന്ന് അവളെ വിഷമിച്ച് അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവരെല്ലാരും ബോയ് ഫ്രണ്ട് ആയിട്ട് ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് ഇവളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന ജീവനും ഇവളോട് എന്തോ പ്രശ്നം ചോദിച്ചു മനസ്സിലാക്കും. അപ്പോഴാണ് അവളും ഡേറ്റിന് വന്ന എല്ലാ പയ്യന്മാരും ഇവളെ ഒഴിച്ച് ബാക്കി എല്ലാവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവൾക്കത് ഭയങ്കര സങ്കടമായി എന്ന് പറയുമ്പം ഇതേക്ക് അവനാണ് ഇവളെ കുറിച്ച് അവന്മാർക്ക് മനസ്സിലാകത്തോണ്ട അവന്മാർ ഇവളുടെ വില അറിയാത്തെന്ന് പറയും. അങ്ങനെ നിന്നെ പോലെ അമേസിംഗ് ആയിട്ടുള്ള വ്യക്തിയെ ആര് കുറച്ചു ദിവസം പരിചയപ്പെട്ടാലും നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോകുന്ന പറഞ്ഞ് ഇവൾക്ക് ചേരുന്ന പയ്യൻ ഇവിടെ തന്നെ കാണുന്നറിയും. അങ്ങനെ ഇവർ തമ്മിൽ സെറ്റാകുന്ന പോലെയൊക്കെ. അതിനുശേഷം അവർ രണ്ടുപേരുടെ പേരൻസും ഇവർക്കൊക്കെ ബായ് പറഞ്ഞിട്ട് അവിടെ നോക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിച്ച് മാത്രം നിന്നോന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛന് വാൺ ചെയ്തിട്ടൊക്കെ പോകും. എന്നിട്ട് ഇവർ രണ്ടും കൂടെ ഇവർ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുമ്പം അവനാണ് ഇന്ന് ഡേറ്റ് വെച്ച് ഇവൾക്ക് റിങ് വാങ്ങിച്ചു തരാത്തത് അവൾക്ക് വിഷമമുണ്ടോ ചോദിക്കും. അങ്ങനെ അവൾ വിഷമില്ലെന്ന് പറഞ്ഞാലും ഇവനാണ് വിഷമില്ല എന്ന് വീണ്ടും അതിന് ചോദിച്ചോണ്ടിരിക്കുമ്പം ഇവള് വിഷമാണെങ്കിൽ ഇപ്പൊ എന്തോ ചെയ്യാമോ എന്ന് പറഞ്ഞ് അവളുടെ മൂഡ് മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പനാണ് പെട്ടെന്ന് അവനും റിങ് എടുത്ത് ഇവളെ പ്രപ്പോസ് ചെയ്യുന്നത്. കാരണം ഇതിനു മുമ്പേ നിനക്ക് വേണ്ടി റിങ് വാങ്ങിച്ചെങ്കിൽ പിന്നെ ഒന്നും കൂടെ വാങ്ങിക്കുന്ന എന്റെ സർപ്രൈസ് നഷ്ടമായി പോകുന്ന പറഞ്ഞ് ഇവൾക്ക് ആ റിങ് ഇട്ട് കൊടുക്കുമ്പം അവള് ഭയങ്കര സന്തോഷത്തി ഇതിനായിരുന്നു നീ വാങ്ങിക്കാത്തെന്ന് പറഞ്ഞ് ഇവരാ മോതിരം പരസ്പരം ഇടും. അതിനേശം അടുത്ത ദിവസം ബൻഹിയെ മറ്റേ ജോലിക്ക് വേണ്ടി പോകുമ്പം ഇവനാണ് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയും. അതിനേശം ഇവിടെ ജീവനെ കാണിക്കുമ്പോഴാണ് അവനാണ് ഓഫീസിന്റെ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര മാസമായിട്ട് ഇവിടെ നിൽക്കും. അപ്പോഴാണ് ഹൊഞ്ചയുടെ കൂട്ടുകാരുമാരും ഇവന്മാരുടെ കൂടെ ബ്ലൈൻഡ് ഡേറ്റിന് വരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ബൻഹിയുടെ കൂട്ടുകാരാണ് വന്നിട്ട് അതിനൊരു ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ് ഇവന് കുടിക്കാൻ വേണ്ടി കോഫിയെ കൊടുക്കും. അതുകൊണ്ട് അവന് സന്തോഷത്തിൽ ഷൈയായിട്ട് ഇവൾക്കും കൂടെ കോഫി വെച്ച് വന്ന് അവർ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കും. അതോടെ അവന്മാർക്ക് മനസ്സിലായി ഇവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധം പോകുന്നുണ്ടെന്ന്. എന്നിട്ട് ഹൊഞ്ചിയും ബൻഹിയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് അവളെ ചെന്ന് പിക്കപ്പ് ചെയ്യുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ നിന്നെ കണ്ടത് എനിക്ക് സന്തോഷം നിറഞ്ഞ് പരസ്പരം ഇങ്ങനെ കിസ് ചെയ്യും. അങ്ങനെ ആ ഒരു സീനോടെയാണ് നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. ഈ ഡ്രാമ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റിൽ പറയുക. ഇനി ഇതേപോലെ ഒരു ബ്യൂട്ടിഫുൾ ഡ്രാമയിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ലൈക്ക് ഇട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക.